ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇൻസൈഡ് ഔട്ട് 2 കാണാൻ വേണ്ടി വന്നേക്കണേ. അനുപ ഈ സിനിമ പാർട്ട് 1 കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. എന്തായാലും അവിടെ വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഓഡി 5 കയറാൻ പോകുന്നത് കേട്ടോ. ഇൻസൈഡ് ഔട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഗോ വാച്ച് ഇറ്റ് ഇൻ 3D. പറ്റിയാൽ ഐമാക്സിൽ കാണാൻ പറ്റിയ ഐമാക്സിൽ കണ്ടോ. ഐ ആം സോ സോറി ഫോർ ഡിലേയിങ് ദിസ് വീഡിയോ. ഈ സിനിമയുടെ ആദ്യ ഭാഗം ഇൻസൈഡ് ഔട്ട് 1 അനുഭവം ഒന്ന് കണ്ടിട്ട് എനിക്ക് അവളെയും കൊണ്ട് തിയേറ്ററിൽ പോകാൻ ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 1 മാസമായി. പക്ഷേ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാൻ അത്ര എളുപ്പമല്ല. കിടിലൻ എക്സ്പീരിയൻസ്. വാട്ട് എ ബ്രില്യൻ മൈൻഡ് ബ്ലോയിങ് സ്ക്രിപ്റ്റ്. ഹ്യൂമൻ ഇമോഷൻസിനെ എടുത്തിട്ട് ഇത്രയും ഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടേ ഇല്ല. അതും ഒരു ആനിമേഷൻ സിനിമയുടെ പീക്കിലെ ഒരു സംഭവമാണത്. അത്രയ്ക്ക് നമുക്ക് ഈ സിനിമ കണക്റ്റ് ആവും. ഒരു ഹ്യൂമൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സിനിമ എന്നുള്ള മീഡിയത്തിലൂടെ കാണിച്ചു തന്ന ഒരു അറിവ് ഭയങ്കരം ഫിലിം മേക്കിംഗ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഇതുപോലെ ഒരു അനുഭവം എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായത് ജിഗർദണ്ഡ XXL കണ്ടതിന് ശേഷമാണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡുള്ള പോർഷൻ കണ്ടപ്പോൾ രോമം എഴുന്നേറ്റ് നിന്ന് ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. ഇത് മസ്റ്റ് വാച്ച്, നെവർ ടു ബി മിസ്ഡ് ഇൻ ദ തിയേറ്റർ എന്ന് ഞാൻ പറയും. അത്രയും ഗംഭീര പാടാണ്. ഇതിലെ 3Dയുടെ ഡെപ്തൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ കണ്ട തിയേറ്ററും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കൊച്ചിയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ലേസർ 2K 7.1 DCP കൂടെ ആയിരുന്നു. ഞാൻ കൺഫേംഡ് വിത്ത് PVR. ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ടായിരുന്നു. കാരണം ഈ തിയേറ്ററിൻ്റെ മാക്സിമം സ്പെക്കും അത് തന്നെയാണ്. 2K ലേസർ വിത്ത് 7.1 ഡോൾബി സറൗണ്ട് സൗണ്ടുള്ള ഈ ഒരു തിയേറ്ററിൽ അതിൻ്റെ പീക്കിൽ കിടക്കുന്ന ഒരു DCP ആണ് കിട്ടിയതും. അതിന് അനുയോജ്യമായ സാധനം. അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അനുപയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അനുപ ആക്ച്വലി കുറച്ച് ഉറക്കം വന്ന് ക്ഷീണിതമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും അനുപ അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയിരുന്ന് കണ്ടത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. ഉറക്കം വന്നിരിക്കുന്ന ഒരാളെപ്പോലും ഉണർത്തുന്ന സിനിമ എന്ന് ഞാൻ പറയും. അത് എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ പറയുകയാണ്. അത്ര കിടിലം പടം. പിക്സാർ വേ അഹെഡ് ഓഫ് എനി അതർ ആനിമേഷൻ സ്റ്റുഡിയോസ് ആസ് ഓൾവേസ് ഷോസ് ക്വാളിറ്റി. പിക്സാർ ഈസ് ഇക്വലൻ ടു ക്വാളിറ്റി. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് സിനിമകൾ, ഇവരുടെ സിനിമകൾ നമ്മളെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും നമ്മളെ സ്നേഹിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഒരു കുട്ടിയെ എടുത്ത് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ ആ സിനിമ എടുത്ത് കാണിക്കേണ്ട കുറേ സിനിമകളുണ്ട്. ആ സിനിമയിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നു. സിനിമ എന്നുള്ള മീഡിയം കൊണ്ട് ആളുകളെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കഴിവ് കാണിക്കുന്ന ഗംഭീരമായ സിനിമകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഒത്ത് ഈ സിനിമ പോയി കാണുക. ഇല്ലെങ്കിൽ മുതിർന്നവരും ഈ സിനിമ കാണണം. ഇതിനെ സാധാരണ ഒരു ആനിമേഷൻ സിനിമയായിട്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം അത്രയും കിടിലം പടം, അത്രയും കിടിലം. ഇവരുടെ എന്നല്ല, ഒരുപാട് ആനിമേഷൻ സിനിമകളുണ്ട്. ആനിമേഷൻ, കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തള്ളിക്കളയും. നിങ്ങൾക്കറിയാവോ ആനിമേഷൻ അല്ലെങ്കിൽ ആനിമേ അല്ലെങ്കിൽ കാർട്ടൂൺ അല്ലെങ്കിൽ 3D ആനിമേഷൻ സിനിമകളിലെ കഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ സാധാരണ സിനിമയെ പോലും ഇല്ലാത്ത അത്രയും ഡെപ്തിലേക്ക്, നമ്മൾ ആഴത്തിലേക്ക് അതിനകത്ത് കടന്ന് എത്തിക്കുകയും അതുപോലെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഒരുപാട്. പിക്സാറിൻ്റെ തന്നെ ദ ലിസ്റ്റ് ഗോസ് ഓൺ. റാറ്ററ്റൂയി ഒരു രക്ഷയില്ലാത്ത പാടായിരുന്നു. ഇൻക്രെഡിബിൾസ്, അതിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതിലൊരു സൂപ്പർ ഹീറോ മാത്രമല്ല, അതിനകത്ത് കുറേ ഹ്യൂമൻ ഇമോഷൻസും അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വോളി പ്രൈം എക്സാമ്പിൾ ഓഫ് എ ഗ്രേറ്റ് മൂവി. അങ്ങനെ ഇഷ്ടമില്ല. അപ്പ് എന്നുള്ള സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാത്ത ഒരാളുണ്ടാവില്ലേ. കാരണം അമ്മാതിരി കിടിലം പടമാണ് അപ്പ്. ബഗ്സ് ലൈഫ്, ഒരുപാട്. ദ ലിസ്റ്റ് ഗോസ് ഓൺ. ഞാൻ പറയാണ്, പിക്സാർ എന്നുള്ള കമ്പനിയുടെ ലിസ്റ്റ് ഇസ് ലൈക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇവരുടെ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതൊരു ആനിമേഷൻ ചിത്രം എന്നുള്ള കാര്യം മറക്കും നമ്മൾ. കാരണം രോമാഞ്ചം നൽകും. നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുത്തും, നമ്മളെ കരയിപ്പിക്കും, നമ്മളെ ചിന്തിപ്പിക്കും, നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ ഇത് ഓർമ്മപ്പെടുത്തും, തിരുത്താൻ ഉള്ള അവസരം ഇനിയുണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സെറ്റ് ഓഫ്
ഫിലിംസിൻ്റെ മേക്കേഴ്സാണ് പിക്സാർ. ഹാറ്റ്സ് ഓഫ് ടു ഡിസ്നി എത്ര വർഷങ്ങളായി നമ്മളിങ്ങനെ ഇത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവീസ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് ഐ ഷുഡ് റിയലി അപ്രിഷിയേറ്റ് ദം. കാരണം ബ്ലൂമിങ് വിത്ത് ക്വാളിറ്റി. ഇതിനകത്ത് ഡിസ്നിയുടെ ആ ഒരു ഇൻട്രോ ഉണ്ട്, അതിനെ ലാസ്റ്റ് കാണിക്കും. അതിൻ്റെ ക്വാളിറ്റി തന്നെ നിങ്ങളൊന്ന് കാണണോട്. എന്ത് രസം എന്ന് പറയാം. ഇറ്റ് ബ്രിങ്സ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ്. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള ഒരു സ്റ്റുഡിയോ. നമ്മുടെ മിക്കി, മിനി, ഡൊണാൾഡ് ഡക്ക്, എന്തോരം പേരാണ്. ഈ ഡിസ്നി എന്നുള്ള ഒരു കമ്പനി കാരണം, വാൾട്ട് ഡിസ്നി എന്നുള്ള മനുഷ്യൻ കാരണം നമുക്ക് ഇന്നിപ്പോൾ മാർവൽ സ്റ്റുഡിയോസിന് MCU യൂണിവേഴ്സ് കിട്ടുന്നു. എന്തൊക്കെയാണ് ഒരു വലിയൊരു പങ്ക് എന്താണ് സിനിമ ഇൻഡസ്ട്രിക്കും ആളുകൾക്കും ജനങ്ങൾക്കും ഒക്കെ തന്നിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തുടർന്ന് ജൈത്രയാത്ര തുടരുകയാണ്. അവരുടെ കമ്പനി എന്ന് പറയുന്ന ക്വാളിറ്റിയുള്ള സിനിമ നോക്ക്. എൻ്റെ പൊന്നോ, ഐ ആം സൂപ്പർ പ്രൗഡ്. ഐ ലിവ് ഇൻ ദ ജനറേഷൻ ഓഫ് വാൾട്ട് ഡിസ്നി ആൻഡ് പിക്സാർ. എനിക്ക് അവരുടെ എല്ലാ സിനിമകളും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓയ്യോ, കിടിലം പടം, കിടിലം പടം. ഇറ്റ് മേക്സ് മീ ഇമോഷണൽ. അത്രയും കിടിലം പടം. ഞാൻ പറയില്ല, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമ. ഇത് കുട്ടികൾ മാത്രമല്ല, പാരൻസ് കാണണം, മുതിർന്നവർ കാണണം, എല്ലാവരും കാണണം. സിനിമ ലവേഴ്സ് മാത്രമല്ല, എല്ലാവരും ഇത് ഏത് സ്കൂളിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം ഇത് ഓരോ സ്കൂളിലും ഇത് പ്ലേ ചെയ്ത് ഈ സിനിമ കാണിക്കണം, 1ഉം 2ഉം. അത്ര കിടിലാണ്, അത്ര കിടിലൻ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഈ സിനിമ ഹൈലി റെക്കമെൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. I would have missed a masterpiece if I didn't go watch this movie in theater. It is such a masterpiece. The script writer, I bow down to you, bro. It's that incredible, mind blowing. എനിക്ക് എന്ത് പറഞ്ഞു പോഴ്ത്താലും മതിയാവില്ല, അത്രയും കിടിലൻ സ്ക്രിപ്റ്റ്. വെൽ റിട്ടൺ, വെൽ എക്സിക്യൂട്ടഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ മൂവി ഐ ഹവ് വാച്ച്ഡ്. ഞാൻ അങ്ങനെ പറയും, അത്ര കിടിലാണ്. ഐ സേ ദിസ് വിത്ത് എ ഹെവി ഹാർട്ട്. അത്ര കിടിലം പടം. ഇത്ര പറയാനുള്ളത് വേറെ ഞാൻ ഈ പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആയിക്കോളുന്ന എനിക്ക് പറയാനില്ല. ഞാൻ ഈ പടത്തിൻ്റെ ഒരു പ്ലോട്ടോ ഒരു സാധനം ഞാൻ റിവീൽ ചെയ്യില്ല, ഒരു സംഭവം ഞാൻ പറയില്ല. ഈ സിനിമയ്ക്ക് ഒരൊറ്റ നെഗറ്റീവ് ഞാൻ ചെകഞ്ഞിട്ട് പോലും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ ഈ സിനിമയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. ദ ഓൺലി ഡിസപ്പോയിൻമെൻറ്റ് ഐ ഫെൽറ്റ് ഇസ് ഐ കുഡൻറ്റ് വാച്ച് ദിസ് ഇൻ ആൻ IMAX തിയേറ്റർ. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ സിനിമ കാണണം, മസ്റ്റായിട്ട് കാണണം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, നെവ്യൂസ്, നീസസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രായമുള്ള അച്ഛമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. അത്രയും കിടിലും പടം. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇതിൻ്റെ സ്റ്റോറി വിൽ മൂവ് യു. ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സൈഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവില്ല. 3D നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ദിസ് മൂവി ഇസ് ലൈക്ക് സോ ഡാം അണ്ടർ റേറ്റഡ്. ഇത്രേ ഉള്ളൂ. എനിവേസ്, ബൈ. ഓൾറെഡി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഐ ലവ് ദിസ് മൂവി. വൺ ഓഫ് ദി ബെസ്റ്റ് ഐ വാച്ച്ഡ് ഇൻ എ ലോങ് ടൈം.